ഭർത്താവിനെ പേടിച്ച് അവിടെ താമസിക്കാനൊക്കത്തില്ല. എപ്പോഴും മഴക്കാർ രണ്ടുപേരും കൂടെ. അങ്ങനെ അത് പേടിച്ച് മോടങ്ങ് പോയി നിന്നതായിരുന്നു. അവിടുന്ന് 6 മാസം കൂടി ഇന്നലെ വീട്ടിൽ വന്നില്ല. മൂന്നാമത്തെ അനിയത്തിയുടെ വീട്ടിൽ അവിടാണ് കിടന്നുറങ്ങിയത്. ഉറങ്ങിയിട്ട് അക്കൗണ്ടിൽ ഇച്ചിരി പൈസ കിടന്നത് എടുക്കാനായിട്ട് പുള്ളിക്കാരി വന്നപ്പം കതവെല്ലാം പൂട്ടിയിട്ടേക്കുന്ന ഭർത്താവ്. അപ്പൊ ഇവർ രണ്ടുപേരും ഉള്ള ആ വീട്ടില് 10 സെന്റിനകത്ത് എനിക്ക് എൻ്റെ അച്ഛൻ തന്ന ഓഹരി, അതിന്റെ ബാക്കിയാണ് ഇവരെ മോൻ മേടിച്ച് താമസിക്കുന്നത്. അങ്ങനെ അതിനകത്ത് രാവിലെ ഉറക്കപ്പഴി എണീച്ച് അനിയത്തിട്ടങ്ങന്ന് വന്നപ്പോ ഉണ്ട് കതവ് പൂട്ടിയിട്ടേക്കുന്നത്. നേരെ എൻ്റെ അടുത്ത് ചോദിച്ച് എന്തിയുടെ ആളിവിടെ ഇല്ലയോന്ന് ചോദിച്ചു. ഞാൻ പറയും രാവിലെ ചായ കുടിക്കാൻ പോകുന്ന ഒരു പതിവുണ്ട്, ഇനി അങ്ങനെ പോയതായിരിക്കും. പറഞ്ഞ് തീരുന്ന മുമ്പേ നിമിഷ നേരം കൊണ്ട് സൈക്കിള് ഉരുട്ടിക്കൊണ്ട് ആള് വരുന്നത്. വന്നുടനെ മുറ്റം തൂക്കുക. അവിടെ ചേച്ചി ഇന്നും മുറ്റം തൂക്കുന്നു. മുറ്റം തൂത്ത് കയറുന്ന അകത്ത് ചെന്നപ്പം എന്തോ കുറെ പാത്രങ്ങളൊക്കെ കണ്ടില്ലെന്നും പറഞ്ഞിങ്ങനെ. അപ്പം ആക്രിക്കാർ വരുമ്പോൾ അവർക്കെല്ലാം പറക്കി കൊടുപ്പായൂലി. അങ്ങനെ പാത്രം കണ്ടില്ലെന്ന് പറഞ്ഞ ചേച്ചി ഇങ്ങനെ സംസാരിച്ചോണ്ടേ പിന്നെ കുറെ ഭാഷകളങ്ങ് ചേച്ചി എടുത്തോട്ട് പിന്നെ ഞങ്ങളെല്ലാം കൂട്ടിയിടക്ക സഹോദരങ്ങളെയാണ് എന്ത് പറഞ്ഞാലും ഞങ്ങളെ സഹോദരങ്ങളെല്ലാം കൂട്ടി ആക്ഷേപിക്കുന്നൊരു സ്വഭാവമാണ് കയ്യിലിരിക്കുന്നത്. പറയും ഭാര്യയെ പറഞ്ഞ ഞങ്ങളെ പറയുന്നതിന് പറയവടി എല്ലാത്തിനും ഞാൻ ഞാൻ കൊല്ലും എന്നും പറയുന്നൊക്കെയുള്ള സംസാരങ്ങളാണ് അവിടെ. ഞാൻ നോക്കിക്കൊണ്ട് അകത്ത് 2-3 വട്ടം ഇങ്ങനെ വെട്ടുന്നടക്കുള്ള സൗണ്ട് കേട്ട് ഇറങ്ങിങ്ങോട്ട് വന്നുകൊണ്ട് എല്ലാത്തിനും ഞാൻ കൊല്ലൂടി മുന്നോട്ട് വന്ന് എന്റെ തലയ്ക്ക് വെട്ടുമ്പോ എന്റെ മോന് ഓടി വന്ന് ഉറക്കത്തിൽ നിന്നിച്ച് വന്നത്. എന്റെ മോനെ നെഞ്ചും നോക്കി മോനെ വെട്ടി. ഞാനൊരു എന്റെ മോനെന്നും കൊണ്ട് വിഷ്ണു എന്ന് പറയുന്ന കുഞ്ഞിനെ വിളിച്ച് വിഷ്ണു അണ്ണ ആട്ടവും കൊണ്ട് അയാളുടെ അമ്മയെ ഇങ്ങനെ അതിൽ വെട്ടിയെന്നും പറഞ്ഞു. ആട്ടവും കൊണ്ട് വന്ന് എന്നെ കയറ്റാനായിട്ട് ഇങ്ങനെ ഭാവിച്ച് ഞാൻ പറയും മോനെ അകത്തി എന്ന് നോക്കും രമണി അമ്മയെ കണ്ട് കൊന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് വേറെ ചെല്ലുമ്പോൾ വിടത്തില്ല. എവിടെ പോന്ന് എന്റെ വീട്ടിൽ കയറുന്നവരെല്ലാം ഞാൻ വിട്ടു എന്നും പറയും ഇങ്ങനെ നിൽക്കുക.